നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വർണ്ണ സമ്പാദ് പുതിയ ഇനം തക്കാളി. അടുത്ത APCC സമ്മേളനം ഇന്തോനേഷ്യയിൽ. പാലുൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ സ്ഥാപനം സ്വർണ്ണ സമ്പാദ് എന്ന മികച്ച ഇനം തക്കാളി വികസിപ്പിച്ചു. 6 മാസം വരെ വിളവ് തരാൻ കെൽപ്പുള്ള ഇതിന് ബാക്ടീരിയ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷിയുമുണ്ട്. 1 ഹെക്ടറിൽ 7 ടൺ വരെ വിളവ് നൽകുന്ന ഇനമാണ് സ്വർണ്ണ സമ്പാദ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0828466420. എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം ചെറുതേനീച്ച വളർത്തലിൽ സംരംഭകത്വ വികസന പരിപാടി സംഘടിപ്പിക്കുന്നു. ചെറുതേൻ കിലോഗ്രാമിന് 1500 മുതൽ 2000 രൂപ വരെ വിലയുള്ളതിനാൽ ഈ മേഖല ആദായകരമാണെന്ന് കേന്ദ്രം അറിയിച്ചു. പരിശീലനത്തെ തുടർന്ന് തേൻ ഉൽപാദന സംഘങ്ങൾക്ക് രൂപം നൽകി. ഫലപ്രദമായി ഉൽപാദനവും വിപണനവും നടത്തുകയാണ് ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9400257798. ഇന്ത്യ ഇക്കൊല്ലം അധ്യക്ഷം വഹിച്ച ഏഷ്യ പസഫിക് നാളികേര സമൂഹത്തിന്റെ 51ാമത് മന്ത്രിതല യോഗം ഇന്നലെ കൊച്ചിയിൽ സമാപിച്ചു. നാളികേര ഉൽപാദക മേഖലയിലുള്ള രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനുള്ള APCCയുടെ അടുത്ത സമ്മേളനം ഇന്തോനേഷ്യയിൽ നടത്തും. നാളികേര ഉൽപാദനം ഊർജിതമാക്കുന്നതിനൊപ്പം കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്നതായി ഇന്തോനേഷ്യയിലെ കാർഷിക മന്ത്രാലയം പ്രതിനിധി ഡോക്ടർ ഹെർദജത്ത് പറഞ്ഞു. The presence of the chairman of the Coir Board is a testimony to the fact, express our appreciation to the fishing expeditions for contribution to Samoa. उस समिति में 60 से 70 किसान की समूह होती है और प्रत्येक समिति के अधीन कुल 5000 नारियली पेड़ होते हैं. പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര ഗ്രാമപഞ്ചായത്തിൽ കന്നുകുട്ടി പരിപാലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പൈക്കിടാങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 4 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവയ്ക്ക് 32 മാസം വരെ പകുതി നിരക്കിൽ കാലിത്തീറ്റ വിതരണം ചെയ്യും. ഫെബ്രുവരി 12 മുതൽ 24 വരെ പദ്ധതിയിൽ ചേരാം. അധിക വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9943819883. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ലാഭകരമായ പശു വളർത്തൽ, പാലുൽപ്പന്നങ്ങളുടെ നിർമ്മാണം, തീറ്റപ്പുല്ല് വളർത്തൽ എന്നീ വിഷയങ്ങളിൽ ഈ മാസം 10, 11 തീയതികളിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 8118315561 0487237073. നാഷണൽ സർവീസസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വട്ടിയൂർക്കാവ് ഗവൺമെന്റ് VHS സ്കൂൾ വളപ്പിൽ വിവിധതരം പച്ചക്കറി വിളകൾ കൃഷി ചെയ്തു വരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ അബ്ദുൽ നിസാറിന്റെ മേൽനോട്ടത്തിലാണ് കോളിഫ്ലവർ, ക്യാബേജ്, പയർ, വഴുതന, കത്തിരി, പാവൽ, മുളക്, തക്കാളി, ചേന, ചേമ്പ്, കാച്ചിൽ, 22ഓളം കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്നത്. കീടനാശിനി ഉപയോഗിക്കാതെ ജൈവ രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് കുട്ടികളെ ഇവിടെ പരിശീലിപ്പിക്കുന്നു. ഈ പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിന് പുറമെ പുറത്ത് വിൽപ്പനയും നടത്തുന്നു. കൊല്ലം ജില്ലയിലെ നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ 22 ഗുണഭോക്താക്കൾക്ക് 10 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടികളെ വിതരണം ചെയ്യുന്നു. പൊതുവിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം. ഗുണഭോക്തൃ ലിസ്റ്റിൽ പേരുള്ള ഗുണഭോക്താക്കൾ ഫെബ്രുവരി 15 മുൻപ് മൃഗാശുപത്രിയിൽ എത്തണമെന്ന് വെറ്റിനറി സർജൻ അറിയിച്ചു. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 13,900 രൂപ, കോഴിക്കോട് 15,000, തൃശൂർ 13,950, കൊപ്ര കൊച്ചി 9,325, കോഴിക്കോട് 10,000, തൃശൂർ 9,425, കുരുമുളക് അൺഗാർബിൾഡ് 62,000, ഗാർബിൾഡ് 65,000, ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 21,000, മഞ്ഞൾ സേലം 7,800, ഈറോഡിൽ 8,400, അടയ്ക്ക 20,000 രൂപ 22,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,500, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 13,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 13,900 രൂപ, കൊപ്ര 9,335, പിണ്ണാക്ക് എക്സ്പെല്ല 2,300, റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 62,000, ഗാർബിൾഡ് 65,000, ചുക്ക് മീഡിയം 19,000, ബെസ്റ്റ് 21,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 22,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 300 രൂപ മുതൽ 320 രൂപ വരെ, തൊണ്ടില്ലാത്തത് 520 മുതൽ 550 വരെ. ജാതിപത്രി 775 മുതൽ 900 രൂപ വരെ, ഗ്രാമ്പു 955 മുതൽ 1,050 വരെ. റബ്ബർ RSS 5 ഗ്രേഡ് ക്വിൻ്റലിന് 11,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,500, ഒട്ടുപാൽ 7,700, ലാറ്റക്സ് 7,700 രൂപ. കമ്പോള അവലോകനം. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 24.5. കൊച്ചി 32.8, 25. ആലപ്പുഴ 33.5, 24.6. പുനലൂർ 33.5, 22. തിരുവനന്തപുരം 34.8, 24.9 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.